My beautiful, welcome back to my channel. Hope you guys are doing awesome today. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മനസ്സൊരുപാട് വിഷമിച്ചിരിക്കുന്നൊരു സമയമാണ് ഇത് നിങ്ങൾക്കെങ്കിൽ, അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ, ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു സൈക്കിക് റീഡിംഗ് ആണ്. ഓക്കെ, ഈ മെസ്സേജ്, ഈ വീഡിയോയുടെ തംബ്നെയിലിന്റെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കിത് കേൾക്കണം, നിങ്ങൾക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എക്സാക്ട്ലി ഫോർ യു, ഫോർ യുവർ കറന്റ് സിറ്റുവേഷൻ. ദിസ് ഇസ് എ ഗൈഡൻസ് ഫോർ യു. ഓക്കെ, സോ മെസ്സേജ് ഇതാണ്: നോ പെയിൻ, നോ ഗെയിൻ. നോ പെയിൻ, നോ ഗെയിൻ. വേദന ഇല്ലാതെ ഒരു നേട്ടവുമില്ല. ഓരോ നേട്ടങ്ങൾക്കും പിന്നിൽ ഒരു വേദനയുടെ ഒരു കഥ ഉണ്ടായിരിക്കണം, അല്ലെ? വേദനയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, റൈറ്റ്? എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഈ ഒരു സമയത്ത് എന്തവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, എന്താണോ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നത്, അത് നിങ്ങൾക്കൊരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും രീതിയിൽ മാനസികപരമായിട്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിലെത്താനോ, നിങ്ങൾ എന്ന വ്യക്തി കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്ലേസിലെത്താനോ, നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യമായിരിക്കാം, നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. ആൻഡ് ഗൈസ്, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വ്യക്തി ഒരു വേദനയിൽ കൂടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രഗിൾ കൂടെ എത്ര കാലം കടന്നു പോകുന്നു എന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരു വേദനയിൽ കൂടെ പോയി ജീവിതകാലം മുഴുവൻ ആ വേദനയും കൊണ്ട് നടന്നിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? സോ എത്ര കാലം നമ്മളൊരു സ്ട്രഗിൾ കൂടെ പോകുന്നുണ്ട്, എത്ര കാലം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്, എത്ര കാലം നമ്മൾ മാറ്റമില്ലാതെ ഒരേ അവസ്ഥയിൽ കൂടെ പോകുന്നുണ്ട്. അതൊരിക്കലും നമുക്കൊരു മാറ്റം തരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. ഞാൻ ഇത്ര കാലം ഒരു വേദനയിൽ കൂടെ പോയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. ആ ഒരു വേദനയിൽ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ വേദനയിൽ നിന്ന് എത്രമാത്രം നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഈവൻ ആ ഒരു ശ്രമം ആ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് വേണ്ട മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങളെ റൈറ്റ് സിറ്റുവേഷനിലേക്ക് ആ ഒരു കർമ്മ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, എന്താണ് ഈ സമയത്ത് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? ഈ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങളെ കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങളെ ഓക്കെ ആക്കി വെക്കാൻ നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് എടുക്കാൻ സാധിക്കുക? ചില ആളുകൾക്ക് അത് മാനസികപരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ചില ആളുകൾക്ക് നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും വേദന ഉണ്ടായിരിക്കാം. സോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ തളർന്നു പോകരുത്. എപ്പോഴും ഈ ഒരു മെസ്സേജ് നിങ്ങൾ മനസ്സിൽ വെക്കുക. വേദനയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ ഒരു നേട്ടവും ജീവിതത്തിലില്ല. ഒരു വലിയ ഒരു നേട്ടവും നമുക്ക് കിട്ടില്ല. നിങ്ങൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടോ, ഇത്രമാത്രം ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അത്രമാത്രം നിങ്ങൾക്കൊരു നേട്ടം അവിടെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സൈനാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ വലിയൊരു വിഷമഘട്ടത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഗായ്സ്, നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഹിന്റാണത്. നിങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടം ആ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ. ഗിവ് അപ്പ് ചെയ്യുന്ന ആ ഒരൊറ്റ കാര്യത്തിൽ തളർന്നു പോകുന്ന ആളുകൾക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കില്ല. എന്ത് പ്രയാസമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, ലൈഫിൽ മുന്നോട്ട് വരിക. ഈ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവില്ല. ചില കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് ആലോചിച്ച് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താൽ മാറ്റങ്ങൾ വരാം, അതിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങാം. എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം? മേ ബി എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ടാവില്ല. ബട്ട് ആ കാര്യങ്ങൾ എങ്ങനെ ഞാൻ എടുക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ലേ? ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എപ്പോഴും പറയാൻ പറ്റില്ല അയാൾ എപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ എടുക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ലേ?
ആ ഒരു കൺട്രോൾ നിങ്ങൾക്കുള്ളതല്ലേ, റൈറ്റ്? അവരവിടുന്ന് എന്തോ പറഞ്ഞോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ, അതെന്നെ ഒരു രീതിയിൽ ഇനി ബോധർ ചെയ്യാൻ പോകുന്നൊരു കാര്യമല്ല. ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷനോ, ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളോ, അത് നിങ്ങളെ വിലയിരുത്തുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ അനുവദിക്കുന്ന ഇടത്താണ് അത് നിങ്ങളെ സ്പർശിച്ചു തുടങ്ങുക. ചിലത് നിങ്ങൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ എടുക്കേണ്ട മാറ്റം എന്ന് പറയുന്നത്. അതല്ലാതെ അതേ വേദനയിലൂടെ ഓക്കെ ഇപ്പോഴും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, അത് അവരുടെ കുഴപ്പമില്ല, നിങ്ങളുടെ സറൗണ്ടിങ്ങിന്റെ കുഴപ്പമില്ല, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നതിന്റെ കുഴപ്പം മാത്രമാണ്. നിങ്ങൾ അത് എന്ന് മാറ്റി തുടങ്ങുന്നോ അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക. എന്തിനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ തന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം, റൈറ്റ്? സോ റിലേറ്റ് ചെയ്യാം, എന്താണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഐ ക്യാൻ സീ ചില ആളുകളൊക്കെ ഭയങ്കര ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഇപ്പം, അല്ലേ? റൈറ്റ്, നിങ്ങൾക്കൊരു സഡൻ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് ചില ആളുകൾക്ക്, റൈറ്റ്? എത്ര ആളുകൾക്ക് അങ്ങനത്തെ ഒരു സഡൻ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് കാണുന്ന ആളുകളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർക്ക് ഒരുപാട് കൺഫർമേഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? നിങ്ങളൊരു ചെറിയ ആക്ഷൻ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യും ഇതുപോലെ. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്പയർ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, എനിക്ക് കുറെ ആളുകൾ കമന്റ് ചെയ്തല്ലോ, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ പറയുന്ന ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കാണുന്ന ഏതൊക്കെയോ ഒരാൾക്കാർക്ക് അത് വളരെ ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? ചില ആൾക്കാരുടെ ഒരു കമന്റ്, ചില ആളുകളുടെ ചില വാക്കുകൾ നിങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിയിട്ടില്ലേ? സോ ജസ്റ്റ് ഇമാജിൻ, ഈവൻ നിങ്ങൾ എത്ര വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തും നിങ്ങളുടെ ഒരു വാക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ ആ ഒരു സ്പാർക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം കാലം നിൽക്കുക, സ്വന്തം ഡിസിഷൻ എടുത്ത് തുടങ്ങുക, സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി എടുത്ത് തുടങ്ങുക. ഈ ഒരു അവസ്ഥയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്റെ മാത്രമാണ്. ഞാനാണ് ഇനി എന്നെ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നത്, ഞാനാണ് ഇനി എന്നെ നോക്കാൻ പോകുന്നത്, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സ്വന്തം കാലിൽ നിന്ന് തുടങ്ങുക, സ്വന്തം ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിക്കുക. ഇനി കരഞ്ഞോ വിഷമിച്ചോ ഇരിക്കരുത് നിങ്ങൾ, ഓക്കെ? ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ വീടിനകത്തുള്ള ആളുകളും ആയിക്കോട്ടെ, ഒരാളുടെ സിറ്റുവേഷനും അല്ലെങ്കിൽ ഒരു കാര്യവും നിങ്ങൾ ഈ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ, ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുക. പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യുക, ചിരിക്കുക, റിയാക്ട് ചെയ്യാതെ നിങ്ങൾ ചിരിക്കുക. ജസ്റ്റ് നിങ്ങൾ അത്രയും നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഈവൻ നിങ്ങൾ എത്ര കൺട്രോൾ ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചിരിക്കുക. പ്ലസ് നിങ്ങളുടെ ഒരു കൈ നിങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ 2 കൈ എടുത്തിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യാം, ഓക്കെ? സോ നിങ്ങൾക്കതൊരു റിതമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഒരു താളത്തിൽ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാം, ഓക്കെ? ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഓക്കെ? ഇത് ഡെഫിനറ്റ്ലി ഞാനിത് മുൻപ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഐ ഡോണ്ട് നോ, ദിസ് ഇസ് സംതിങ് വാട്ട് ഐ ഡോണ്ട് നോ. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ, ഓക്കെ? ഐ ഡോണ്ട് നോ ഇതാരാണ് പറയുന്നതെന്ന് അറിയില്ല, ബട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ബിക്കോസ് പ്രോബബ്ലി ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, ബട്ട് ഇതാണ് എനിക്ക് ഇതാണ് എൻ്റെ ആക്ഷൻ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുകയാണ്, ഓക്കെ? സോ ഐ ഡോണ്ട് നോ ഫ്രം വേർ ഐ എം ഗെറ്റിംഗ് ദിസ് മെസ്സേജ്. നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടമോ ദേഷ്യമോ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ സ്മൈൽ ചെയ്യാം ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്. ഈവൻ അത് നെഗറ്റീവ് തോട്ട്സും ആയിരിക്കാം, ഓക്കെ? ജസ്റ്റ് ഇതുപോലെ ഒരു ഋതത്തിൽ നിങ്ങളിങ്ങനെ 2 വിരലുകൾ എടുത്തിട്ട്, ഓക്കെ, പ്രസ് ചെയ്യാം, ഓക്കെ? സോ ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നൊരു സൈക്കിക് മെസ്സേജ് ആണ്, ഓക്കെ? സോ ഗൈസ്, സ്വന്തം കാലിൽ നിൽക്കുക, നിങ്ങൾക്കതിനെ കൊണ്ട് പറ്റും, നിങ്ങൾക്കത് പറ്റും, ഓക്കെ? യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഡൗട്ട് ഉണ്ടോ ഈ ഒരു സമയത്ത്? നിങ്ങൾക്ക് ഈ സാഹചര്യം ഡൗട്ട് ചെയ്യുന്നുണ്ടോ?
നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് പറ്റില്ല, ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോ, എവിടെയാണോ നിങ്ങൾ എത്തേണ്ടത് നിങ്ങൾ അവിടെ എത്തും. എന്താണോ നിങ്ങൾ നേടേണ്ടതായിട്ടുള്ളത് നിങ്ങൾ അത് നേടും. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ മണി, അതൊക്കെ നിങ്ങൾ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് വ്യക്തികളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോ, ബിക്കോസ് അതൊക്കെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്ന ആളുകളാണ് അതൊക്കെ. അത് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ബട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന പ്ലേസ്, നിങ്ങളുടെ ഇമോഷൻസ് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു പ്ലേസ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ട് ആ ഒരു എനർജി ഫ്ലോ ചെയ്യും. ബട്ട് അതല്ല, നിങ്ങൾ ഒരുപാട് നിങ്ങൾക്കറിയാം അല്ലെ, നിങ്ങൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒരുപാട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ്, വൈഫ്, നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ ഇൻലോസ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സോ, നിങ്ങളുടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളോ ആരും ആയിരിക്കാം. നിങ്ങൾ ആളുകളിലേക്ക് നിങ്ങളുടെ എനർജി അങ്ങനെ ഡ്രെയിൻഡ് ആക്കുന്നുണ്ടെങ്കിൽ, ആളുകൾ നിങ്ങളുടെ എനർജി അങ്ങനെ വലിച്ചെടുക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സോ ഇൻസ്റ്റീഡ് നിങ്ങളുടെ വർത്ത് കൂട്ടുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരിക, നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളെ സ്വന്തം കാലം ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കും, ചില ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ വർത്ത് നമുക്ക് ഡൗട്ടായിട്ട് തുടങ്ങും, നമ്മൾ എന്താന്നുള്ളത് നമുക്ക് സംശയമായിട്ട് തുടങ്ങും, റൈറ്റ്? സോ ഐ കെൻ സീ ചില ആളുകൾ ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. ഫൊർഗെറ്റ് അബൌട്ട് കണക്ഷൻ, പീപ്പിൾ, ആളുകൾ, മറ്റേ സോൾമേറ്റ്, ഇതൊക്കെ നിങ്ങളൊരു സൈഡോട്ട് വെക്കൂ. ട്വിൻ ഫ്ലെയിം, ഇതൊക്കെ നിങ്ങളൊരു സൈഡോട്ട് വെക്കൂ. എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കൂ. നിങ്ങൾ ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കുക. ആരോ ആയിക്കോട്ടെ, ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഒന്നിന്റെ പേരിലും എന്റെ ആൾക്കാരാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇതിന്റെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുത്ത് തുടങ്ങുക. എന്നിട്ട് എന്തൊക്കെയാണോ നിങ്ങളെ ആ ഒരു പഴയൊരു വേർത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ മേലെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. ജോബിൽ ഫോക്കസ് ചെയ്യുക, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക, മനസ്സിന് സമാധാനം കൊടുക്കുക, ഇമോഷൻസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. മൊത്തത്തിൽ അങ്ങനെ ഒന്ന് നിങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ വരും ഈ ഒരു പ്ലേസിലേക്ക്. ആ ഒരു സമയത്താണ് എന്തിനാണ് ഈ ഒരു സ്ട്രഗിൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിച്ച് മീൻസ് ഈ ഒരു വേദന ഏത് നേട്ടത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഓക്കെ, അത്രയും വിഷമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത്രയും വലിയൊരു നേട്ടവും നിങ്ങളുടെ ലൈഫിലുണ്ട്. ഒന്നുകിൽ നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന ഒരു ഹയർ ലെവലാണ്, ഹയർ ലെവൽ സിറ്റുവേഷൻ. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ഓത്തന്റിക് സെൽഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ വിക്ടറി ആൻഡ് സക്സസ്. ഓക്കെ, സി നിങ്ങൾ ഒരാളും എക്സ്പെക്ട് ചെയ്യരുത് ഈ ഒരു സമയത്ത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് ആ ഒരു നേട്ടത്തിലെത്താൻ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പ്രയത്നിക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. ചില വഴിയിൽ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ചില വഴിയിൽ നമ്മൾ ഒറ്റയ്ക്കായിട്ട് തന്നെ പോകേണ്ടതാണ്, അല്ലെ? നമ്മൾ പോകുന്ന ഒരു മാനസികാവസ്ഥ, ഈവൻ നമുക്ക് എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ചില പ്ലേസിൽ, റൈറ്റ്? സോ ഈ സമയത്ത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങളെക്കാട്ടും കൂടുതൽ വേറൊരാൾക്കും അവിടെ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ബട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഹ്യൂജ് സക്സസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗെയിൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അറിയില്ല നിങ്ങൾ എന്ത് നേട്ടമാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നിങ്ങളെ എന്ത് നേട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ലെറ്റ്സ് സീ. ഓക്കെ, ബട്ട് ഈ ഒരു അവസ്ഥ നിങ്ങളെ ഏറ്റവും മികച്ചൊരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ബട്ട് അത് എത്ര കാലം നിങ്ങൾ പോകണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, സി, ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. ഓരോ കാർഡ്സും അത്ര പവർഫുൾ ആയിട്ട് കാണേണ്ട ഒരു കാർഡാണ്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, വിക്ടറി, rejoice in celebration. Okay, so see, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എത്തിപ്പെടുന്നത്. എവിടെയാണ്? കണക്ട് ആവാണ്, അല്ലെ? അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന കാര്യങ്ങൾ. അവിടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ. റൈറ്റ്, ഡിസേർവ് ചെയ്യുന്ന ആളുകള്, ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങള്, ഡിസേർവ് ചെയ്യുന്ന പ്ലേസിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഏറ്റവും മികച്ച സിറ്റുവേഷനിലേക്ക്. ആൻഡ് സി, അവിടുന്ന് ആ ഒരു പ്ലേസിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾ
ആൻഡ് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളെ അവരോട് ക്ഷമിക്കാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാനും സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈവൻ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചിന്താഗതിയും ആ ഒരു ഇമ്മച്യൂർഡായിട്ട് പെരുമാറാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചില ആളുകൾക്കെങ്കിലും നിങ്ങൾക്ക് ചില ആളുകളോട് ക്ഷമിക്കാൻ പറ്റാത്തത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തത് നിങ്ങളുടെ വേർത്ത് ആയിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങൾ കൂടുതൽ പ്രൂവ് ചെയ്യാൻ തുടങ്ങും. ഒരാളും നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ എടുക്കാതിരിക്കുക. നിങ്ങൾ എന്തൊക്കെ കാണിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത ഒരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു വേദന വരുന്നതെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ലെവലില് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, സാഹചര്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ചില ആളുകൾക്ക് അത് ഒരു വ്യക്തി ആയിരിക്കാം, ചില ആളുകൾക്ക് ഒരു ടീം ആയിരിക്കും, ഒരുപാട് ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ അതുപോലെ ആയിരിക്കാം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുപാട് വിസ്റ്റം കൊണ്ടു തരുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മെച്ചുവേർഡ് ആയിട്ട് കാണാൻ തുടങ്ങും. നിങ്ങൾ കാര്യങ്ങൾ മെച്ചുവേർഡ് ആയിട്ട് എടുക്കും. നിങ്ങൾ ആളുകളോട് ക്ഷമിക്കും. നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും, ആളുകളെ അവർക്ക് എന്തിനാണ് അന്ന് നിങ്ങളടുത്ത് അങ്ങനെ പെരുമാറിയത്. അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരോട് ഫൊഗീവ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളെ എത്ര വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വിസ്റ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തി അങ്ങനെ പെരുമാറാൻ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, അല്ലെ? സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ചേഞ്ച്, സ്പിരിച്വൽ അവേക്കനിങ് അവർ പോയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളെക്കാളും പ്രായമായിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളായിട്ട് അത്രയും ഇഷ്ടത്തിൽ നിന്നിട്ടുള്ള ആളുകളായിരിക്കാം. സോ ചില ആളുകള് ആ ഒരു ലെവലിൽ ചിന്തിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഓക്കെ, ആളുകളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സീ ചില ആളുകൾ നിങ്ങളടുത്ത് ഒരുപാട് അരോഗന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളടുത്ത് സഡൻ റിയാക്ഷൻസ്, അവരുടെ ഒരുപാട് സഡൻ റിയാക്ഷൻ നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളെക്കാളും പ്രായം കൂടിയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം ചില ആളുകൾക്ക്. ബട്ട് ഈവൻ ഐ ക്യാൻ സീ നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് പോലും ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെ കർമ്മ ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ആ ഒരു ത്രെഡ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് വിഷമാണോ നിങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, നിങ്ങളുടെ പാരന്റ്സിന്റെ ഒരു ട്രീറ്റ്മെന്റിന് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെ നിങ്ങളെ വളർത്തി, അല്ലെങ്കിൽ എന്ത് അവർ തന്നില്ല, എന്ത് നിങ്ങൾക്ക് അവർ തന്നു, അതിന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു കാർമിക് പാറ്റേൺ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്, അല്ലെ? സോ നിങ്ങൾക്ക് ചില ആളുകൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്, സ്പിരിച്വൽ ചേഞ്ചസ്. നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ഫൊഗീവ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. സോ ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന ഒരു നേട്ടമാണ്. ചില ആളുകൾ നിങ്ങൾക്ക് ആ ഒരു പേഷ്യൻസ് നിങ്ങൾ കൊടുക്കുക, ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് ടൈം വേണം, നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ട ടൈമിൽ നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക, റിലാക്സ് ചെയ്യുക. ബട്ട് നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ബട്ട് ഒരിക്കലും നിങ്ങൾ ഒരു വിഷമത്തില് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങൾ പറയരുത്. അവരത് ചെയ്തു, എന്റെ ലൈഫ് ഇങ്ങനെ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, എക്സാക്ട്ലി നിങ്ങളൊരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്, നിങ്ങളുടെ വലിയൊരു ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ് ആ ഒരു ഇമോഷണൽ ഫ്രീഡം, ആ ഒരു എനർജറ്റിക്കൽ ഫ്രീഡം, ആ ഒരു പാറ്റേണിന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം.
ചില ആളുകൾക്ക് നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ഫാമിലി അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കാം, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് സ്വന്തമായിട്ട് ഇവോൾവ് ആയിട്ട് വരുന്നത്. സോ വളരെ 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 ഇൻസ്പയർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ വീഡിയോ കാണുന്ന ചില ആളുകൾ. ഓക്കെ, സോ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ചില ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ട് നിങ്ങൾ മറ്റുള്ള ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവർ മാറുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കാം. മേ ബി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നോളേജ് നിങ്ങളുടെ പാരന്റ്സിനോടോ നിങ്ങൾ ചില ആളുകളോടോ പറയുന്ന സമയത്ത് അവരത് കണക്ട് ചെയ്യാൻ മാത്രം അവരെ അവേക്കൻ ആയിട്ടുണ്ടാവില്ല. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഈവൻ സറൗണ്ടിങ്ങിൽ ആരൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു സമയത്താണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരാൻ പറ്റുക. ആ ഒരു സമയത്താണ് നിങ്ങളുടെ മാറ്റത്തിൽ കൂടെയാണ് ബാക്കിയുള്ള ആളുകളും സിറ്റുവേഷനും മാറാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ നല്ല ഇതായിട്ട് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെ പോലെ അവർ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെ പോലെ അവർ ചിന്തിക്കുന്നില്ല എന്നൊരിക്കലും നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ത്രോട്ട് ചക്ര നിങ്ങൾ ഒരുപാട് പല രീതിയിൽ നിങ്ങൾ ഒരുപാട് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ ആക്ടിവേറ്റ് ആക്കുന്നത്. നമ്മള് അത്രയും ഒരു പെയിനിലൂടെ പോയാലാണ് നമുക്ക് നമ്മളെ ഉണർത്താൻ സാധിക്കാം, അല്ലേ? സോ നമ്മൾ ഉറങ്ങുന്ന ഒരാളെ നമ്മൾ വെറുതെ തട്ടി വിളിച്ചാൽ അവരെ എണീക്കില്ല. നല്ല എന്തെങ്കിലും കാര്യങ്ങള് അത്രയും ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു കാര്യം വന്നാലേ അവർ എണീക്കുള്ളൂ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ. സോ നിങ്ങളുടെ ലൈഫിൽ അത്ര വലിയൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അത്ര വലിയൊരു വേദന നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ടൈമാണ്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ട ടൈമാണ്. നിങ്ങളെ കാണേണ്ട ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റ് ചെയ്യാം, ബാലൻസ്. ഓക്കെ, ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഈ സിറ്റുവേഷൻ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. സമയം കൊടുക്കുക നിങ്ങൾക്ക്. ബട്ട് ഒരിക്കലും ഒരേ പ്ലേസിൽ തന്നെ നിൽക്കരുത്, ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കരുത്, ഒരേ ഇമോഷണൽ സിറ്റുവേഷനിൽ നിൽക്കരുത്, ഒരേ വേദനയിൽ നിൽക്കരുത്. അനക്കം ഉണ്ടാവണം, നിങ്ങളുടെ ശരീരത്തിന് മനസ്സിന് ആ ഒരു അനക്കം ഉണ്ടാവണം, നിങ്ങളുടെ ചിന്തകൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാവണം. ഒരേ ചിന്തയിൽ തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യരുത്. ഓക്കെ, ബിക്കോസ് ഓൾവേസ് റിമെമ്പർ, നോ പെയിൻ നോ ഗെയിൻ. ഒരു വേദനയും ഇല്ലാതെ ഒരു നേട്ടവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾ എടുക്കാം. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.